ഇടുക്കിയിൽ കോൺഗ്രസിനെ വിട്ടിലാക്കി CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി ശക്തമായ പ്രചരണവുമായി DMK. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിനെ തന്നെ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള DMKയുടെ നിലപാടിനെ തിരഞ്ഞെടുപ്പ് പ്രചാരണ ആയുധമാക്കുകയാണ് BJP. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലെ തമിഴ് മേഖലകളിൽ നിർണായക സ്വാധീനമുള്ള DMK LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിനായി കച്ചകെട്ടി പ്രചാരണത്തിനിറങ്ങിയിരിക്കുകയാണ്. നൂറുകണക്കിന് ഫ്ലെക്സ് ബോർഡുകളും പോസ്റ്ററുകളും DMK സ്വന്തം നിലയിൽ ജോയ്സ് ജോർജിനായി മണ്ഡലത്തിൽ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. പിന്തുണ തേടി കോൺഗ്രസ് നേതാക്കൾ ആരും സമീപിക്കാത്തതിനാലാണ് LDFനൊപ്പം നിൽക്കാൻ തീരുമാനമെടുത്തത് എന്ന് DMK ഇടുക്കി ജില്ലാ നേതൃത്വം വ്യക്തമാക്കി. ഇന്ത്യ മുന്നണിയല്ലേ, അപ്പം ഇവിടുന്ന് ജയിച്ച് പോകുന്ന ആള് അവിടെ ചെന്നാലും കൂട്ടണിയാണ്. അപ്പം അതിൽ ജയിക്കുവാണെങ്കിൽ തന്നെയാണെങ്കിലും ഭൂരിപക്ഷം കിട്ടുവാണെങ്കിൽ തന്നെ രാഹുൽ ഗാന്ധി അല്ലേ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരിക. അപ്പം ഇവിടുന്ന് ഞങ്ങൾക്കിപ്പം LDF എന്നോ UDF ഒന്നോ ഇല്ല. ഞങ്ങളുടെ മുന്നിൽ ആദ്യമേ വന്ന് സപ്പോർട്ട് ചോദിച്ചവർക്ക് ഞങ്ങൾ സപ്പോർട്ട് കൊടുത്തു, അത്ര തന്നെ. മണ്ഡലത്തിൽ 1.5 ലക്ഷം വോട്ടുകളുണ്ടെന്ന DMKയുടെ അവകാശവാദം ശരിയാണെങ്കിൽ അത് UDFന് കനത്ത തിരിച്ചടിയാകും. DMK പിന്തുണയ്ക്കായി ഇടുക്കി DCC തമിഴ്നാട് PCCയുടെ സഹായം തേടിയിരുന്നെങ്കിലും ശ്രമം വിഫലമായിരുന്നു. അതേസമയം ഇന്ത്യ മുന്നണിയിലെ ഐക്യമില്ലായ്മയായി വിഷയം ഉയർത്തിക്കാട്ടുകയാണ് BJP. എവിടെ ആരെ പിന്തുണയ്ക്കണമെന്ന് പോലും അറിയാത്ത നിലപാടില്ലാത്ത പാർട്ടികളുടെ കൂട്ടമാണ് ഇന്ത്യ മുന്നണിയെന്നാണ് BJPയുടെ വിമർശനം. ഇവർക്ക് എവിടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നോ ആരുടെ കൂടെയാണ് പ്രവർത്തിക്കേണ്ടതെന്നോ ഒന്നും അറിയില്ല. വെറുതെ ഒരു അവിയല മുന്നണി ഉണ്ടാക്കി ആരാണ് തങ്ങളുടെ നേതൃത്വമെന്നോ ആരാണ് ഞങ്ങളെ നയിക്കുന്നതെന്നോ പോലും അറിയാതെയാണ് പലരും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മുന്നണികൾക്കറിയില്ല. DMK പിന്തുണ ഇടതു ക്യാമ്പിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് വോട്ടിങ്ങിനെ സ്വാധീനിക്കില്ലെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടുക്കിയിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ഏതു മുന്നണിക്ക് അനുകൂലമാകുമെന്ന് പ്രവചിക്കുക അസാധ്യമായിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കുമളി.